Hi dears, hearty welcome to today's class. Let us have a short prayer. വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തിൽ കൂടുതൽ വളരാൻ ആഴപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തികളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. How are you? Today we are going to discuss a very interesting topic, that is BT cotton. Okay dears, നിങ്ങളുടെ full concentration ഇവിടെ തരണം. We are going to discuss the application of biotechnology in the field of agriculture. കൃഷി രംഗത്ത് ബയോടെക്നോളജിയുടെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ്. എന്താണ് ആപ്ലിക്കേഷൻ? That is the creation of a transgenic pest resistant plant called BT cotton. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് കാർഷിക രംഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം നമുക്ക് ലഭിക്കുന്നത് പരുത്തി കൃഷിയിൽ നിന്നാണ്, കോട്ടൺ കൾട്ടിവേഷനിൽ നിന്നാണ്. പക്ഷേ ഇത് ഫാർമേഴ്സ് ആർ സ്ട്രഗിളിങ് because of the attack of a group of insects called bollworms. ഇതിൽ പല ഗ്രൂപ്പ് ഇൻസെക്ട്സ് ഈ പരുത്തി കൃഷിക്ക് വലിയ നാശം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസെക്ട്സിൻ്റെ പേരാണ് സാർ പറഞ്ഞത്. ഏതാണ്? ബോൾവേംസ്, ലെപ്പിഡോപ്റ്റീറൻ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് ആണ്. ഇതുകൂടാതെ ഡിപ്റ്റീറോൺ ടൈപ്പ് ഓഫ് ഇൻസെക്ട്സ്, കോളിയോപ്റ്റീറോൺ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ്, ഫ്ലൈസ്, ബീറ്റിൽസ്, മോസ്കിറ്റോസ് ഒക്കെ ഈ പരുത്തി കൃഷിക്ക് വൻ നാശം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഫാർമേഴ്സിനൊക്കെ വലിയ സങ്കടമാണ്. അപ്പോഴാണ് നമ്മുടെ ബയോടെക്നോളജി ഇവിടെ ഒരു ആശ്വാസം കർഷകർക്ക് നൽകുന്നത്. എങ്ങനെയാണ്? ബൈ ദ ക്രിയേഷൻ ഓഫ് a transgenic plant, a variety of cotton plant in which a foreign gene is already introduced, which will resist the attack of bollworms and such group of insects. അപ്പോൾ കർഷകർക്ക് ആശ്വാസമായിട്ട് ബയോടെക്നോളജി മുന്നിലേക്ക് വരികയാണ്. അവരെന്താണ് ചെയ്തത്? ഈ കോട്ടൺ പ്ലാന്റിലേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ ഇൻസെക്ട്സിന് എതിരെ പ്രതിരോധമുള്ള BT കോട്ടൺ പ്ലാന്റ്സിനെ വികസിപ്പിച്ചെടുത്തു. അപ്പോൾ ആ ടെക്നിക്ക് എന്താണ് അവിടെ ചെയ്തത് എന്ന് നമ്മൾ കൃത്യമായിട്ട് കാണാനായിട്ട് പോവുകയാണ്. ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെ നൽകണം. അപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാസില്ലസ് തുറീഞ്ചിയൻസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയത്തിൽ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീനിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഈ കോട്ടൺ പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ശ്രദ്ധിക്കുക, ദ ബാക്ടീരിയം ബാസില്ലസ് തുറീഞ്ചിയൻസിസ്, ഒന്ന് വിളിച്ച്, ഒരു ബാസില്ലസ് ബാക്ടീരിയം ആണ്. ഇതിൻ്റെ പേരെന്താണ്? ബാസില്ലസ് തുറീഞ്ചിയൻസിസ്. ദിസ് ഈസ് എ ബാക്ടീരിയം ദാറ്റ് ഈസ് ഇൻഹാബിറ്റിംഗ് ഇൻ സോയിൽ. ഒരു സോയിൽ ബാക്ടീരിയമാണ്, മണ്ണിൽ കാണുന്ന ഒരു ബാക്ടീരിയയാണ്. അതിൻ്റെ പേര് ബാസില്ലസ് തുറീഞ്ചിയൻസിസ്. അതിൽ നിന്നാണ് ഈ BT എന്ന് പറയുന്ന ടൈം വന്നത്, അല്ലേ? ബാസില്ലസിൻ്റെ ബിയും തുറീഞ്ചിയൻസിസിൻ്റെ ടിയും. അതിൽ നിന്നാണ് BT കോട്ടൺ എന്ന് പറയുന്ന പേര് വരുന്നത്. ഓക്കെ, അപ്പം BT കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is a pest resistant plant. It is a transgenic plant that can resist the attack of such a group of insects. അപ്പോൾ ഈ ഇൻസെക്ട്സിൻ്റെ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള കോട്ടൺ വെറൈറ്റിയെ നമ്മൾ വികസിപ്പിച്ചെടുത്തു. അതിനുവേണ്ടി നമ്മൾ ചെയ്തത് എന്താണ്? ഈ ബാസില്ലസ് തുറീഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിലെ ഒരു ജീന്, ആ ജീനിൻ്റെ പേരാണ് ക്രൈജീൻ. എന്ന് വിളിച്ച്, ജീൻ്റെ പേരെന്താണ്? ക്രൈജീൻ.
ക്രിസ്റ്റൽ ജീൻ എന്നാണ്. അത് അങ്ങനെ ഒരു പേര് വരാൻ കാരണം ഈ ക്രൈ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനുണ്ട്. ഈ ക്രൈ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രൈ പ്രോട്ടീൻ എന്നാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, സാധാരണ നമ്മൾ ജീന്, ഇവിടെ പ്രോട്ടീൻ്റെ പേരും ക്രൈ എന്നാണ്, ജീനിൻ്റെ പേരും ക്രൈ എന്നാണ്. ഇവിടെ ജീന് നമ്മൾ എഴുതുമ്പോൾ ഒന്നുകിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റേഴ്സിൽ എഴുതണം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രിൻ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ഇറ്റാലിക്സ്. ജീൻസ് എപ്പോഴും നമ്മൾ ഇറ്റാലിക്സിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ സി ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ എഴുതുന്ന പോലെ ക്രൈ, അതാണ് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പേര്. ക്രൈ പ്രോട്ടീനാണ്. ശരിക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ബാസില്ലസ് തുറിഞ്ചിയൻസിസിൽ ഒരു ജീനുണ്ട്. ആ ജീനിൻ്റെ പേര് ക്രൈ ജീൻ എന്നാണ്. ഈ ക്രൈ ജീന് എന്ത് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ട്? ഒരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിൻ്റെ പേരാണ് ക്രൈ പ്രോട്ടീൻ. ഈ ക്രൈ പ്രോട്ടീൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് വിൽ ഹാവ് ആൻ ഇൻസെക്ടിസൈഡൽ എഫക്റ്റ്. ഇതൊരു ടോക്സിനാണ്. അപ്പോൾ ഈ ക്രൈ പ്രോട്ടീൻ എന്ന് പറയുന്ന ടോക്സിൻ ദാറ്റ് ക്യാൻ അറ്റാക്ക് ഓർ ദാറ്റ് ക്യാൻ കിൽ ദ ഇൻസെക്ട്സ്, ബോൾവേംസിനെ, അല്ലെങ്കിൽ ഡിപ്റ്റീറൻ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സിനെ, അല്ലെ കോളിയോപ്റ്റീറൻ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സിനെ, അല്ലെ ലെപ്പിഡോപ്റ്റീറൻ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൊല്ലാനായിട്ട് കഴിവുള്ള ഒരു ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീന് ഈ ബാസില്ലസ് തുറിഞ്ചിയൻസിസിലുണ്ട്. ഇപ്പോൾ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? ഈ സോയിൽ ബാക്ടീരിയത്തിൽ നിന്ന് ഈ ജീന് ഐസൊലേറ്റ് ചെയ്തിട്ട് ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി കോട്ടൺ പ്ലാന്റ്സ്. അപ്പോഴൊരു ചോദ്യമുണ്ട്, ഈ ബാസില്ലസ് ബാക്ടീരിയയിൽ അല്ലേ ഈ ജീന് അതിന് അറ്റാക്ക് ചെയ്യല്ലേ? കാരണം ഇതൊരു ടോക്സിനാണല്ലോ. അപ്പോൾ അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, ദ ബാക്ടീരിയ പ്രൊഡ്യൂസ് ആൻ ഇനാക്റ്റീവ് പ്രോടോക്സിൻ. ബാക്ടീരിയയിൽ ആ ടോക്സിൻ ഇനാക്റ്റീവാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇനാക്റ്റീവ് പ്രോടോക്സിനാണ് ശരിക്കും. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? വെൻ ഇറ്റ് കംസ് ഇൻ ടു ദി അലിമെൻ്ററി കനാൽ ഓഫ് ദി ഇൻസെക്ട്സ്, വെൻ ദി ഇൻസെക്ട്സ് ഫീഡ് ഓൺ ദീസ് പ്ലാന്റ്സ്, ഇങ്ങനെ വികസിപ്പിച്ചെടുത്ത ഈ പ്ലാന്റ്സിൻ്റെ ലീവ്സ് ഒക്കെ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ ഈ പ്രോട്ടോക്സിന് ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സിൻ്റെ അലിമെൻ്ററി കനാലിൽ വരുമ്പോൾ ദ ആൽക്കലൈൻ pH ഓഫ് ദി മിഡ് ഗട്ട് ഓഫ് ദീസ് ഇൻസെക്ട്സ് solubilizes the crystal proteins and it is converted into active toxin. ശ്രദ്ധിക്കണേ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ബോൾവേംസ് ഈ കോട്ടൺ പ്ലാന്റ് ഫീഡ് ചെയ്യുമ്പോൾ ഈ ഇനാക്റ്റീവ് ടോക്സിൻ ഈ ഇൻസെക്റ്റിൻ്റെ അലിമെൻ്ററി കനാലിൽ അതിൻ്റെ ഗട്ടിൽ വരുമ്പോൾ because of the alkaline pH of the midgut, it solubilizes the inactive toxin into an active toxin. അപ്പോൾ ഇൻസെക്റ്റിൻ്റെ അലിമെൻ്ററി കനാലിൽ വെച്ചിട്ട് അവിടെ pH ആൽക്കലൈൻ ആയതുകൊണ്ട് ഈ ക്രിസ്റ്റൽ പ്രോട്ടീന്, ഇനാക്റ്റീവ് പ്രോട്ടീന് എന്ത് ചെയ്യുന്നു? ആക്റ്റീവ് പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. And this active protein that can make holes in the epithelial cells, ഈ ഇൻസെക്റ്റിൻ്റെ എപ്പിത്തീലിയൽ സെൽസിൽ പോഴ്സ് ഉണ്ടാക്കാൻ, ഇറ്റ് ക്രിയേറ്റ്സ് പോഴ്സ് ഇൻ ദ എപ്പിത്തീലിയൽ സെൽസ് ആൻഡ് ഫൈനലി എ സ്വെല്ലിംഗ് ഈസ് ഫോംഡ്, എ ലൈസിസ് കോസസ് ലൈസിസ് ആൻഡ് ഇവൻച്വലി ദ ഇൻസെക്ട്സ് ഡെത്ത് ഇസ് ഹാപ്പൺ. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഈ ടോക്സിന് ഇൻസെക്ട്സിൻ്റെ എപ്പിത്തീലിയൽ സെൽസിൽ പോഴ്സ് ഉണ്ടാക്കി അവിടെ സ്വെല്ലിങ്ങിനും ആ സെൽ ലൈസിസിനും കാരണമാകുന്നു. ആൻഡ് ഫൈനലി ദ ഡെത്ത് ഓഫ് ദ ഇൻസെക്ട്സ് ഹാപ്പൻസ്. ആ രീതിയിലാണ് ഇവിടെ ഈ ടോക്സിൻ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഇൻസെക്റ്റ് ഗ്രൂപ്പ് സ്പെസിഫിക് ജീൻസ് ഉണ്ട്.
ഇപ്പം ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിൻ ഓഫ് ബാസില്ലസ് തുറിഞ്ചിയൻസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം അനദർ സ്ട്രെയിൻ ഓഫ് ബാസില്ലസ് തുറിഞ്ചിയൻസിസ്. ഇപ്പം ഇൻസെക്ട് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള ജീൻസ് അതിലുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ചില സ്ട്രെയിൻസിൽ കാണുന്ന ജീൻ എന്ന് പറയുന്ന CRY1AB ജീനാണ്. CRY1AB ജീൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻസ് ദാറ്റ് വിൽ ബി എഫക്റ്റീവ് അഗെയിൻസ്റ്റ് കോൺ ബോറൈഡ്സ്. കോൺ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന ഇൻസെക്ട്സിന് റെസിസ്റ്റ് ചെയ്യുന്ന ടോക്സിൻ ആയിരിക്കും ഈ CRY1AB എന്ന് പറയുന്ന ജീൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ കോൺ ബോറേഴ്സിൽ നിന്ന് അതിൻ്റെ അറ്റാക്കിൽ നിന്ന് കോട്ടൺ പ്ലാന്റിനെ റെസിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് പർട്ടിക്കുലർ ജീൻ CRY1AB ഇൻ ടു ദ പ്ലാന്റ്. ഇനി മറ്റൊരു ജീനാണ് CRY2AB. ദെൻ അഗെയിൻ അനദർ സ്ട്രെയിനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് CRY1AC. അപ്പോൾ ഈ CRY2AB, CRY1AC എന്ന് പറയുന്ന ജീൻസ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് സ്പെസിഫിക് പ്രോട്ടീൻസ് വിച്ച് ക്യാൻ കിൽ ബോൾവേംസ്. ഇപ്പോൾ ബോൾവേംസ് ആണ് ഏറ്റവും കൂടുതൽ കോട്ടൺ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, അപ്പം മറ്റ് ചില സ്ട്രെയിൻസ് ഓഫ് ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ദാറ്റ് ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് അനദർ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ്. അതിന് വേണ്ടിയിട്ട് അവിടെ കാണുന്ന ജീൻസ് ഏതായിരിക്കും? CRY2AB അല്ലെങ്കിൽ CRY1AC. അപ്പോൾ എ സ്പെസിഫിക് സ്ട്രെയിൻ ഓഫ് ബാസില്ലസ് തുറിഞ്ചിയൻസിസ് വിച്ച് വിൽ ഹാവ് CRY2AB ജീൻ ദാറ്റ് ഈസ് സ്പെസിഫിക് ഫോർ അനദർ പ്രോട്ടീൻ ദാറ്റ് ഈസ് CRY പ്രോട്ടീൻ. അതേപോലെ തന്നെ മറ്റൊരു സ്ട്രെയിൻ ഓഫ് ബാസില്ലസ് തുറിഞ്ചിയൻസിസ് അതിലെ ജീൻ എന്ന് പറയുന്ന CRY1AC എന്ന് പറയുന്ന ജീനാണ്. ചെറിയ വ്യത്യാസമാണ്, പക്ഷെ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രോട്ടീനും ചെറിയ വ്യത്യാസം കാണും. പക്ഷെ ദാറ്റ് പ്രോട്ടീൻ ഈസ് ഏബിൾ ടു റെസിസ്റ്റ് സച്ച് ടൈപ്പ് ഓഫ് ഇൻസെക്ട്സ്. ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള ടോക്സിൻസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഈ കോട്ടൺ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്നത് ബോൾവേംസ് ആണ്. ആ ബോൾവേംസിൻ്റെ അറ്റാക്കിൽ നിന്ന് നമുക്ക് പ്രതിരോധം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ CRY2AB അല്ലെങ്കിൽ CRY1AC ജീൻസ് ഒക്കെ ആയിരിക്കും ഈ പ്ലാന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നോട്ട് ഓൺലി ഇൻ കോട്ടൺ പ്ലാന്റ് ബട്ട് ഓൾസോ ഇൻ സം അതർ ക്രോപ്പ് പ്ലാന്റ്സ് ദിസ് ടെക്നിക് ഈസ് ഓൾസോ യൂസ്ഡ് ടു ഗെറ്റ് റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ദി ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ്. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, ഇപ്പം നമുക്ക് സോയാബീനിൽ BT സോയാബീൻ വി ഹാവ് ഓൾറെഡി ഡെവലപ്ഡ്. അതേപോലെ തന്നെ BT ബ്രിഞ്ചാൾ, യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് BT ബ്രിഞ്ചാൾ. ഇപ്പോൾ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ ഈ BT ബ്രിഞ്ചാൾ എനിക്ക് തോന്നുന്നു അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് കേരളത്തിൽ BT ബ്രിഞ്ചാൾ ബാൻ ചെയ്തിരുന്നു. കാരണം എസ്പെഷ്യലി ഈ എഡിബിൾ ആയിട്ടുള്ള ഐറ്റംസത്തിലേക്ക് ഇത്തരത്തിലുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള ജീൻസ് ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പം കോട്ടണിൽ അത് വലിയ പ്രശ്നമില്ല, പക്ഷേ എഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ചില ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ BT കോട്ടൺ പോലെ തന്നെ BT ബ്രിഞ്ചാൾ അല്ലെ BT സോയാബീൻ, BT ടൊമാറ്റോ, അങ്ങനെ പല ക്രോപ്പ് പ്ലാന്റ്സിലേക്കും നമ്മൾ ഈ തരത്തിലുള്ള ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻസിനെ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇൻസെക്ട്സിൻ്റെ അറ്റാക്കിനെ പ്രതിരോധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒന്ന് വലിയൊരു ശ്രദ്ധ ഇവിടെ തന്നേക്കുക കേട്ടോ. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? BT കോട്ടൺ എന്ന് പറയുന്നത് ഒരു പെസ്റ്റ് റെസിസ്റ്റൻ്റ് പ്ലാന്റാണ്, ഒരു ഇൻസെക്റ്റ് റെസിസ്റ്റൻ്റ് പ്ലാന്റാണ്, ഒരു ട്രാൻസ്ജീനിക് പ്ലാന്റാണ്, ഹാവിങ് പെസ്റ്റ് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി. അവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയം, അതൊരു സോയിൽ ബാക്ടീരിയമാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനിനെ ഈ കോട്ടൺ പ്ലാന്റിലേക്ക് കൊണ്ടുവന്നു. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജീനുണ്ട് ഈ ബാക്ടീരിയത്തിൽ, അതിൻ്റെ പേരാണ് CRY ജീൻ.
ആ ക്രൈ ജീനിനെ ഐസൊലേറ്റ് ചെയ്ത് കോട്ടൺ പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം കോട്ടൺ പ്ലാന്റിൽ ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ദ ക്രൈ പ്രോട്ടീൻ ദാറ്റ് ഈസ് ടോക്സിക് ടു ദി പ്ലാന്റ്. ഇത് ബാക്ടീരിയയിൽ ഈ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ഇനാക്റ്റീവാണ്, അതിന് നമ്മൾ പ്രോടോക്സിൻ എന്ന് പറയും. എന്നാൽ പ്ലാന്റിൽ ഈ പ്രോടോക്സിന് ആക്റ്റീവ് ആകും എപ്പോൾ? വെൻ ഇറ്റ് കംസ് ടു ദി അലിമെൻ്ററി കനാൽ ഓഫ് ദി ഇൻസെക്റ്റ്. അതിൻ്റെ കാരണം എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി ആൽക്കലൈൻ pH ഓഫ് ദ ഗട്ട് ദാറ്റ് solubilizes the crystal proteins and is converted into an active toxin that will make pores in the epithelial cells of the gut. ഇപ്പം ഇൻസെക്റ്റിൻ്റെ ഇൻറ്റസ്റ്റൈനിൽ, ഇതിൻ്റെ ഗട്ടിൽ, എപ്പിത്തീലിയൽ സെൽസിൽ ധാരാളം സുഷിരങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ ഈ ടോക്സിൻ ആക്റ്റീവ് ആകും. അവിടെ സെല്ലിന് സ്വെല്ലിംഗ് ഉണ്ടാകും, സെല്ലിൻ്റെ ലൈസിസ് നടക്കും, അങ്ങനെ ഈ ഇൻസെക്റ്റ് ചത്തുപോകും. ആ രീതിയിലാണ് ഇവിടെ നമുക്ക് പ്രതിരോധം കിട്ടുന്നത്. ഇനി ഇത് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള ജീൻസ് ഉണ്ട് സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ ഇത് ചിലപ്പോൾ എക്സാമിനേഷന് ചോദിക്കും. ക്രൈ 1AB ഈസ് യൂസ്ഫുൾ അഗെയിൻസ്റ്റ് ദി അറ്റാക്ക് ഓഫ് കോൺബോറേഴ്സ് ആണ്. അല്ലെങ്കിൽ നേരെ തിരിച്ച് കോൺബോറേഴ്സിൽ നിന്നും പ്രതിരോധം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ജീൻ ഏതാണ് എന്ന് ചോദിക്കും. ഇത് ക്രൈ 1AB ആണ്. ഇനി അതുപോലെ ബോൾവേംസിനെതിരെ ഒരു റെസിസ്റ്റൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ജീൻസിന് എക്സാമ്പിളാണ് ക്രൈ 2AB ആൻഡ് ക്രൈ 1AC. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്രിയേഷൻ ഓഫ് BT cotton. താങ്ക് യു.